നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴോ വെറുക്കുമ്പോഴോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അവർ ഒരു തിരശീല മാത്രമാണ്. നമുക്കുള്ളിലെ വികാരങ്ങളെ നമ്മൾ അവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഉറവിടമെന്നത് നമ്മളാണ്. ഒരാൾ നമ്മെ അപമാനിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് നമുക്കുള്ളിലെ ദേഷ്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുക മാത്രമാണ്. അതൊരു കിണറ്റിലേക്ക് ബക്കറ്റ് ഇറക്കുന്നത് പോലെയാണ്. കിണറ്റിൽ ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യം വരും, കാരുണ്യമുണ്ടെങ്കിൽ കാരുണ്യം വരും. പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മളുമാണ്. സെൻ ഗുരുവായ ലിഞ്ചി പറഞ്ഞതുപോലെ ലോകത്തെ ഒരു ശൂന്യമായ തോണിയായി കാണുക. നമ്മെ തകർക്കാൻ ആർക്കും കഴിയില്ല. വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരാളിലേക്ക് എറിയാതെ ആ ചൂടോടുകൂടി നമുക്കുള്ളിലേക്ക് തന്നെ യാത്ര ചെയ്യുക. വികാരങ്ങളെ നമ്മുടെ കേന്ദ്രത്തിലേക്കുള്ള വാഹനമാക്കി മാറ്റാം. നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ച് നമ്മുടെ ആന്തരിക കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ വികാരങ്ങളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധത്തിന്റെ ഈ പവിത്രമായ സദസ്സിലേക്ക് സത്യത്തെ ഹൃദയം കൊണ്ട് തിരയുന്ന എല്ലാ ആത്മബന്ധുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വിജ്ഞാൻ ഭൈരവതന്ത്രയിലെ 112 വിദ്യകളിൽ ഏറ്റവും പ്രായോഗികവും വിപ്ലവകരവുമായ 24ാമത്തെ വിദ്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും പരാതിക്കാരാണ്. നമ്മുടെ സങ്കടത്തിനും ദേഷ്യത്തിനും പരാജയങ്ങൾക്കുമെല്ലാം കാരണം മറ്റൊരാളാണെന്ന് വിശ്വസിക്കാനാണ് നമുക്കൊക്കെ ഏറെ ഇഷ്ടം. സത്യമായും നമ്മൾ അങ്ങനെയല്ലേ? അവരങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, നീ കാരണമാണ് എൻ്റെ ജീവിതം നശിച്ചത് എന്നിങ്ങനെ സ്വയം ന്യായീകരിച്ചു കൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ ശിവനിവിടെ വിരൽ ചൂണ്ടുന്നത് നമുക്കുള്ളിലേക്കാണ്. നമുക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് എറിയുന്നത് അഥവാ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന ആ വലിയ സത്യത്തെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ലോകം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നാം കാണുന്ന ദൃശ്യങ്ങളെ എങ്ങനെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിക്കാമെന്നും സ്നേഹവും വെറുപ്പും എങ്ങനെ നമ്മുടെ ആന്തരിക കേന്ദ്രത്തിലേക്കുള്ള ഗോവണികളായി മാറ്റാമെന്നെല്ലാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഈ ഗഹനമായ യാത്രയിൽ എന്നോടൊപ്പം ചേരുന്ന ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ എന്ന മനഃശാസ്ത്രപരമായ സംഗതിയെക്കുറിച്ചാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയോ സുന്ദരനോ ആണെന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അതിൻ്റെ വാസ്തവം എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ആ സൗന്ദര്യത്തിൻ്റെ ഉറവിടം സത്യത്തിൽ അവരാണോ? ശിവൻ പറയുന്നു, ഒരിക്കലും അവരല്ല എന്ന്. ഞാൻ എൻ്റെ സ്നേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതായ ഒരു സ്ക്രീൻ മാത്രമാണ് നിങ്ങൾ. നോക്കൂ, നമുക്കുള്ളിലുള്ള സ്നേഹോർജത്തെ നാം മറ്റൊരാളിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. ആ ഊർജത്തിൻ്റെ വെളിച്ചത്തിൽ ആ വ്യക്തി അവിടെ മനോഹരമായി തീരും. മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ അതേയാൾ ഒരു വൃത്തികെട്ടവനായി തോന്നാം. കാരണം അയാൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് വെറുപ്പായിരിക്കും അവിടെ. മൂന്നാമതൊരാൾക്കോ ആ വ്യക്തിയോട് ഒരു താല്പര്യവും തോന്നില്ലായിരിക്കാം. നോക്കൂ, ഇവിടെ ഒരേ വ്യക്തി എങ്ങനെയാണ് ഒരാൾക്ക് മാലാഖയായും മറ്റൊരാൾക്ക് രാക്ഷസനുമായി മാറുന്നത്? ഇതിൻ്റെ കാരണമെന്നത്, ഇതിൻ്റെ എല്ലാം ഉറവിടമെന്നത് നമ്മളാണ്. നമുക്കൊരുവനോട്
അല്ലെങ്കിൽ ഒരുവളോട് സ്നേഹമോ വെറുപ്പോ തോന്നുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്നത് നമ്മൾ നമ്മുടെ സത്വത്തിൻ്റെ ആന്തരിക കേന്ദ്രത്തെ പൂർണ്ണമായി മറക്കുന്നു എന്നതാണ്. വെറുക്കുമ്പോൾ നാം വെറുക്കപ്പെടുന്ന വ്യക്തിയെ മാത്രമാണ് ശ്രദ്ധിക്കുക. സ്നേഹിക്കുമ്പോൾ നാം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ മാത്രം ശ്രദ്ധിക്കുന്നു. ഇവിടെ ഈ രണ്ടു സാഹചര്യത്തിലും നമ്മൾ എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ബോധം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ഈ പുറത്തേക്കുള്ള ഒഴുക്കിനെ തടഞ്ഞ് ഉറവിടത്തിലേക്ക് തിരിച്ചുവിടാനാണ് ഈ വിദ്യ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ സാധാരണയായി പറയുന്നത് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കാരണം എനിക്ക് ദേഷ്യം വന്നു എന്നാണ്. ഇതെല്ലാം ഒരു കെട്ടുകഥയാണെന്നേ. മറ്റൊരാൾ നമ്മളുടെ സ്നേഹത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ ഉറവിടമല്ല, മറിച്ച് അയാൾ വെറുമൊരു തിരശ്ശീല മാത്രമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹോർജത്തെ ഒന്ന് പിൻവലിച്ചു നോക്കിയാൽ ആ വ്യക്തി സാധാരണക്കാരനായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്നേഹിക്കുമ്പോൾ നമ്മൾ മനോഹരമായ ഒരു ലോകത്തെ ആയിരിക്കും സൃഷ്ടിക്കുന്നത്. വെറുക്കുമ്പോഴോ വിരൂപമായ ഒരു ലോകത്തെ ആയിരിക്കും നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ശിവൻ പറയുകയാണ്, നിങ്ങളിൽ ഒരു മാനസികാവസ്ഥ സംജാതമാകുമ്പോൾ അതിനെ മറ്റൊരു വ്യക്തിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാതെ കേന്ദ്രീകൃതനായി നിലകൊള്ളണമെന്ന്. ഒരു വികാരമുണ്ടാകുമ്പോൾ അത് മറ്റൊരാളിലേക്ക് എറിയാതെ ആ വികാരം എവിടെ നിന്ന് വരുന്നുവെന്ന് നോക്കുകയും മറ്റേയാളിലേക്ക് നീങ്ങുന്നതിന് പകരം ഉറവിടത്തിലേക്ക് നീങ്ങുകയും ചെയ്യണം. ആരിലേക്കാണോ അത് പോകുന്നത് ആ വ്യക്തിയെ അവിടെ മറക്കുക. എവിടെ നിന്നാണോ അത് വരുന്നത് ആ കേന്ദ്രത്തിലേക്ക് തിരിയുകയും ചെയ്യണം. ഈ പ്രപഞ്ചം എന്നത് നമ്മിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ കണ്ണാടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരിൽ കാണുന്ന തിന്മയോ നന്മയോ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ളതിൻ്റെ പ്രൊജക്ഷൻ മാത്രമാണ്. വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വിരൽ ചൂണ്ടുന്നതിന് പകരം നമുക്കുള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്ന നിമിഷം നമ്മളിവിടെ കേന്ദ്രീകൃതനാകാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് വികാരങ്ങളുടെ ഉറവിടം നമ്മളാണെന്നും മറ്റൊരാൾ വെറുമൊരു തിരശ്ശീല മാത്രമാണെന്നുമാണ്. അതുപോലെ സ്നേഹവും വെറുപ്പും നമ്മിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ഒരു ഊർജമാണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രൊജക്ഷൻ എങ്ങനെയാണ് മനുഷ്യരിലും വസ്തുക്കളിലും ഒതുങ്ങാതെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഭാരതീയ ദർശനങ്ങൾ പറയുന്ന മായ എന്ന സങ്കല്പം വെറുമൊരു വാക്ക് മാത്രമല്ല. നമ്മൾ കാണുന്ന ഈ ലോകം നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനം മാത്രമാണ് എന്ന വലിയ ശാസ്ത്രീയ സത്യമാണ് ഇനി നമ്മൾ അനാവരണം ചെയ്യാൻ പോകുന്നത്. ഭഗവാൻ ശിവൻ നൽകുന്ന ഈ സൂത്രത്തിന് ഓഷോ നൽകുന്ന ഏറ്റവും മനോഹരമായ ഉദാഹരണം എന്നത് ഒരു ചന്ദ്രബിംബത്തിൻ്റെതാണ്. നമ്മൾ ഒരു മധുവിധു ആഘോഷിക്കുകയാണെന്ന് കരുതിയാൽ നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം ആകാശത്തിലുള്ള ചന്ദ്രനെ നോക്കുമ്പോൾ ആ ചന്ദ്രബിംബം അത്രയ്ക്കും മനോഹരമായിരിക്കും. അത് അലൗകികമായും ലോകം മുഴുവൻ മാറിയതുപോലെ വായുവിൽ സംഗീതം നിറയുന്നതുപോലെയും നമുക്ക് തോന്നുകയും അനുഭവപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഇത്? ചന്ദ്രനിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക ഊർജം നമ്മിലേക്ക് വരുന്നത് കൊണ്ടാണോ? ഒരിക്കലും ആയിരിക്കില്ല. അതേ രാത്രി തന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അവിടെ ഒരു മകൻ മരിച്ചു കിടക്കുകയാണെന്ന് കരുതിയാൽ അവിടുത്തെ ആ ദുഃഖിതനായ പിതാവിന് അതേ ചന്ദ്രൻ അസഹിഷ്ണുതയും സങ്കടവും നൽകുന്ന ഒന്നായിട്ടായിരിക്കും അനുഭവപ്പെടുക. മധുവിധു ആഘോഷിക്കുന്നവർക്ക് ചന്ദ്രനൊരു വശീകരണമാണെങ്കിൽ മകൻ നഷ്ടപ്പെട്ട ആ പിതാവിന് അതൊരു കാളരാത്രിയുമാണ്. ഇവിടെ ചന്ദ്രൻ എന്നത് ഒരു ഉറവിടമാണോ അതോ അതൊരു സ്ക്രീൻ മാത്രമാണോ? തീർച്ചയായും ചന്ദ്രൻ നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ മാത്രമാണ്. നമ്മുടെ സന്തോഷം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ചന്ദ്രൻ സുന്ദരനാകും.
നമ്മുടെ ദുഃഖം ചന്ദ്രനിൽ തട്ടുമ്പോൾ ചന്ദ്രൻ അവിടെ വിരൂപനായി മാറുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ഒരു ലോകത്തെ വഹിക്കുന്നുണ്ട്. ആ ലോകത്തെയാണ് നാം പുറത്തേക്ക് കാണുന്നത്. നമ്മൾ സന്തുഷ്ടനാണെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു ഉത്സവമായി നമുക്ക് തോന്നും. നമ്മൾ ദേഷ്യത്തിലാണെങ്കിൽ ഓരോ കാറ്റും നമ്മെ വെല്ലുവിളിക്കുന്നത് പോലെ തോന്നും. ശിവൻ പറയുകയാണ്, വികാരങ്ങളെ ആ വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുകയെന്ന്. പകരം വികാരങ്ങൾ ഉണ്ടാകുന്ന നിമിഷത്തിൽ നിശ്ചലനാവുകയെന്ന്. ചന്ദ്രൻ സുന്ദരമായി തോന്നുമ്പോൾ ആ സൗന്ദര്യം ചന്ദ്രൻ്റേതല്ല, തൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ചന്ദ്രൻ ദുഃഖിതനായി തോന്നുമ്പോൾ ആ ദുഃഖം ചന്ദ്രൻ്റേതല്ല, തൻ്റെ ഉള്ളിലെ സങ്കടത്തിൻ്റെതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മെ ഒരു നിരീക്ഷകനാക്കി മാറ്റും. വസ്തുക്കളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രനാകാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്കെല്ലാം കാരണം പദവികളിലും സമ്പത്തിലും മറ്റുള്ളവരിലും നമ്മളുടെ സന്തോഷത്തെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു എന്നതാണ്. അവരൊക്കെ ഉറവിടങ്ങളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ അവരൊന്നും ഉറവിടങ്ങളായിരുന്നില്ലെന്നേ. നമ്മൾ അവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത ആ ഊർജത്തെ തിരിച്ചു പിടിച്ചാൽ പിന്നെ ഒന്നും നമ്മെ വേദനിപ്പിക്കില്ല. ഈ വിദ്യയുടെ ഒന്നാം ഘട്ടം എന്നത് ഈ ലോകത്തിന്മേലുള്ള നമ്മുടെ എല്ലാ ലേബിളുകളെയും മാറ്റുക എന്നതാണ്. അതായത് നല്ലത്, ചീത്ത, സുന്ദരം, വിരൂപം എന്നിവയെല്ലാം തന്നെ നമ്മുടെ പ്രൊജക്ഷനുകളാണ്. ഇവ നമ്മൾ പിൻവലിക്കുമ്പോൾ ലോകം അതിൻ്റെ യഥാർത്ഥ ഭാവത്തിൽ അനാവൃതമായി നമ്മുടെ മുൻപിൽ വന്നു നിൽക്കും. അവിടെ പ്രൊജക്ഷനുകളില്ലാത്ത, കലർപ്പില്ലാത്ത ഒരു ശാന്തി നമ്മൾ അനുഭവിക്കും. നോക്കൂ, ഈ ലോകം മുഴുവൻ ശൂന്യമായ ക്യാൻവാസ് മാത്രമാണ്. അതിൽ നമ്മൾ നമ്മുടെ വികാരങ്ങളുടെ നിറങ്ങൾ ചാലിക്കുകയാണ് ചെയ്യുന്നത്. ചന്ദ്രൻ സുന്ദരനാകുന്നത് നമ്മുടെ സ്നേഹം കൊണ്ടാണ്. ആ ഉറവിടം നമ്മളാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മൾ ഈ ലോകത്തിൻ്റെ അടിമയല്ലാതായി മാറും. ഈ ലോകമൊരു വലിയ തിരശീലയാണെന്നും നാം നമ്മുടെ വികാരങ്ങളെ അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയുമാണെന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ വെല്ലുവിളി എന്നത് നമ്മിലെ ദേഷ്യമാണ്. ഒരാൾ നമ്മെ അപമാനിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ദേഷ്യം വരും. നമ്മൾ ഉടനെ വിചാരിക്കുന്നത് അയാൾ കാരണമാണ് എനിക്ക് ദേഷ്യം വന്നതെന്നാണ്. എന്നാൽ ശിവൻ ഇവിടെ നൽകുന്ന വിദ്യ നമ്മെ ഒരുപക്ഷെ ഞെട്ടിച്ചേക്കാം. നമ്മെ അപമാനിച്ച വ്യക്തിയല്ല ഇവിടെ ദേഷ്യത്തിൻ്റെ ഉറവിടമെന്നത്. അയാൾ വെറുമൊരു നിമിത്തം മാത്രമാണ്. ആ ദേഷ്യം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? അതെങ്ങനെ പുറത്തു വരുന്നു? ഇവയെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. ഓഷോ ഈ വിദ്യയെ വിശദീകരിക്കാൻ ലളിതമായ ഒരു ഉദാഹരണം നൽകാറുണ്ട്. നമ്മളൊരു കിണറ്റിലേക്ക് ഒരു ബക്കറ്റ് ഇറക്കുന്നു എന്ന് കരുതിയാൽ, കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ ബക്കറ്റ് നിറയെ വെള്ളം പുറത്തു വരും. കിണറ്റിൽ ചെളിയാണെങ്കിൽ ബക്കറ്റിൽ ചെളിയാണ് വരിക. ഇനി അതൊരു വരണ്ട കിണറാണെങ്കിലോ, നമ്മൾ എത്ര തവണ ബക്കറ്റ് ഇറക്കിയാലും അത് ശൂന്യമായി തന്നെ തിരികെ വരും. ഇവിടെ ബക്കറ്റ് എന്നത് നമ്മെ അപമാനിക്കുന്ന വ്യക്തിയാണ്. അയാൾ നമ്മിലേക്ക് ഒരു അപമാനം എന്ന ബക്കറ്റ് എറിയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ, അതായത് കിണറ്റിൽ ദേഷ്യമുണ്ടെങ്കിൽ ആ ബക്കറ്റ് ദേഷ്യം നിറച്ച് പുറത്തേക്ക് വരും. എന്നാൽ ഇവിടെ ഓർമ്മിക്കേണ്ടത്, ആ ദേഷ്യം വന്നത് കിണറ്റിൽ നിന്നാണ്, ഒരിക്കലും ബക്കറ്റിൽ നിന്നല്ല. ബക്കറ്റ് ആ ദേഷ്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു എന്നത് മാത്രമാണ് ഇവിടെ ചെയ്തത്. ഉറവിടമെന്നത് നമ്മളാണ്. നമ്മളൊരു ബുദ്ധനെ കുത്തി നോവിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ കാരുണ്യം മാത്രമേ അവിടെ നിന്നും പുറത്തു വരികയുള്ളൂ. അത് ബുദ്ധന്റെ ഉള്ളിൽ ദേഷ്യമില്ലാത്തത് കൊണ്ടാണ്. അവിടെ കാരുണ്യം മാത്രമേ ഉള്ളൂ. നമ്മളൊരു ബുദ്ധന്റെ ഉള്ളിലേക്ക് അപമാനത്തിന്റെ ബക്കറ്റ് എറിഞ്ഞാൽ അത് കാരുണ്യം നിറച്ചാണ് തിരികെ വരിക. നമ്മൾ യേശുവിനെ അപമാനിച്ചാൽ അദ്ദേഹം തൻ്റെ മറ്റേ കവിൾ കൂടി കാണിച്ചു തരും.
അത് ബോധിധർമ്മനാണെങ്കിലോ അലറിച്ചിരിക്കാൻ തുടങ്ങും. നോക്കൂ, ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം വ്യക്തമാണ്. പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ ബക്കറ്റ് എറിയുന്നവനല്ല, മറിച്ച് ആ കിണറാണ്. അതായത് നമ്മുടെ ആന്തരിക അവസ്ഥയാണ്. ശിവൻ ഈ സൂത്രത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് വിപ്ലവകരമായ ഒരു കാര്യമാണ്. ആരോ ഒരാൾ നമ്മെ അപമാനിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേഷ്യം തിളച്ചു മറിയുന്നുണ്ടാകാം. ആ നിമിഷം അയാളെ മറക്കുകയും നമ്മിലെ ദേഷ്യത്തെ ബോധ്യപ്പെടുത്തി തന്ന ആ വ്യക്തിയോട് മനസ്സുകൊണ്ട് നന്ദി പറയുകയും ചെയ്യുക എന്നതാണ്. അയാൾ നമ്മിലേക്ക് ബക്കറ്റ് എറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു ദേഷ്യമുണ്ടായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുമായിരുന്നോ എന്നാണ് ശിവൻ ചോദിക്കുന്നത്. അയാൾ നമ്മുടെ അഹന്തയെ കുത്തി നോവിച്ചു. അതുവഴി നമ്മുടെ ദേഷ്യം അവിടെ പുറത്തു വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ദേഷ്യത്തെ പ്രൊജക്റ്റ് ചെയ്യാതെ കണ്ണുകളടച്ച് ആ ഉറവിടത്തിലേക്ക് നോക്കണം നമ്മൾ. ആ ദേഷ്യം എവിടെ നിന്നാണ് വരുന്നതെന്ന്, നമ്മുടെ ആന്തരിക കേന്ദ്രത്തിലെ ആ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്യണം. സത്യത്തിൽ ദേഷ്യം എന്നത് മറ്റൊരാൾ നമുക്ക് തരുന്നതല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിലുള്ളതാണെന്ന് പല സന്ദർഭങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി. മറ്റുള്ളവർ നമ്മെ കുത്തിനോവിക്കുമ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ തന്നെ സ്വഭാവമാണ്. ഉറവിടം നമ്മളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ പരാതികൾ അവസാനിപ്പിക്കും. ദേഷ്യത്തെ ദേഷ്യമായി കാണാതെ നമ്മുടെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ഗോവണിയായി അതിനെ മാറ്റാം നമുക്ക്. നമ്മുടെ ദേഷ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉറവിടം നമ്മൾ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മറ്റൊരാൾ ആ ഉറവിടത്തിൽ നിന്ന് വികാരങ്ങളെ പുറത്തെടുക്കുന്ന ഒരു ബക്കറ്റ് മാത്രമാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ തിളച്ചു നിൽക്കുകയാണെങ്കിൽ ആ അവസ്ഥയെ എങ്ങനെ ധ്യാനമാക്കി മാറ്റാമെന്ന് നോക്കാം. സാധാരണയായി വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഒന്നുകിൽ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അത് ഉള്ളിൽ അടിച്ചമർത്തും. എന്നാൽ ശിവൻ നൽകുന്നത് മൂന്നാമതൊരു വഴിയാണ്, ഉപയോഗിക്കുക എന്ന വഴി. അതായത് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ആന്തരിക കേന്ദ്രത്തിലേക്ക് പോകാനുള്ള ഒരു വാഹനമാക്കി മാറ്റുകയെന്ന്. ശിവൻ ഈ വിദ്യയിൽ അതീവ ശാസ്ത്രീയമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. നമ്മൾ ദേഷ്യത്തിലോ സ്നേഹത്തിലോ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം ഊർജം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് ചൂട് പിടിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക. നമുക്കറിയാം, ഒരു ഇരുമ്പ് കമ്പി തണുത്തിരിക്കുമ്പോൾ അതിനെ വളയ്ക്കാനോ രൂപം മാറ്റാനോ പ്രയാസമാണ്. എന്നാൽ അത് പഴുത്ത് ചുവന്നിരിക്കുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും രൂപം മാറ്റാം. ഇതുപോലെയാണ് നമ്മുടെ വികാരങ്ങളും. നമ്മൾ ശാന്തനായിരിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു നിൽക്കുമ്പോൾ ആ ഊർജം അതീവ ശക്തമാണ്. ആ ചൂടോടുകൂടി നമുക്കുള്ളിലേക്ക് കിടക്കാൻ എളുപ്പമാണ്. ആ കമ്പി ചൂടായിരിക്കുകയാണ്. അത് നമ്മെ നേരെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കും. ആരോ നമ്മെ അപമാനിച്ചു, നമ്മുടെ ദേഷ്യം പുറത്തേക്ക് ഒഴുകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ആ വ്യക്തിയെ ചീത്ത വിളിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യാം. എന്നാൽ ഈ വിദ്യ പറയുന്നത് മറ്റൊന്നാണ്. നിശ്ചലനാവുക, ആ വികാരത്തെ മറ്റേ വ്യക്തിയിലേക്ക് ഒഴുകാൻ അനുവദിക്കരുതെന്ന്. നമുക്കിതിനായി കണ്ണുകളടച്ച് ആ ദേഷ്യത്തിൻ്റെ ചൂട് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് അനുഭവപ്പെടുന്നതെന്ന് നോക്കണം. ആ വികാരം എവിടെ നിന്നാണോ വരുന്നത് ആ കേന്ദ്രത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. ആ ദേഷ്യത്തിൻ്റെ ഒഴുക്കിനൊപ്പം പുറത്തേക്കല്ല, ഉള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അവിടെ നമ്മൾ അതിശയിച്ചു പോകും. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ ദേഷ്യം പതുക്കെ അപ്രത്യക്ഷമാകുകയും അവിടെ വലിയൊരു ശാന്തി അനുഭവപ്പെടുകയും ചെയ്യും. വികാരം എന്നതൊരു ഇന്ധനമാണ്. അത് നമ്മെ നമ്മുടെ കേന്ദ്രത്തിലെത്തിക്കും. നമ്മുടെ വികാരങ്ങൾ എത്രമാത്രം പ്രക്ഷേപണമാണെന്നറിയാൻ ചില ആളുകളെ നിരീക്ഷിച്ചാൽ മാത്രം മതി. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലർ ദേഷ്യം വരുമ്പോൾ സ്വന്തം ഷൂസുകളോ ചെരുപ്പുകളോ വലിച്ചെറിയുന്നത്. മറ്റു ചിലർ ദേഷ്യത്തിൽ വാതിൽ തള്ളി തുറക്കുകയും വാതിലിനെ ചീത്ത വിളിക്കുകയും ചെയ്യും. സത്യത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്?
അവർക്ക് ദേഷ്യത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ മനുഷ്യരില്ലെങ്കിൽ അവർ അചേതനമായ വസ്തുക്കളെ തേടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വാതിലിവിടെ നമ്മെ അപമാനിച്ചിട്ടില്ല, ഷൂസ് നമ്മളെ ചീത്ത വിളിച്ചിട്ടുമില്ല, എന്നിട്ടും നമ്മൾ അവയോട് പ്രതികരിക്കുന്നു. ഇതിനർത്ഥം ദേഷ്യം നമ്മുടെ ഉള്ളിൽ നേരത്തെ തന്നെയുണ്ട് എന്നല്ലേ. മറ്റുള്ളവർ നമ്മെ കുത്തുമ്പോൾ അത് പുറത്തു വരുന്നു എന്ന് മാത്രം. ഈ സത്യം തിരിച്ചറിഞ്ഞാൽ വസ്തുക്കളോടോ മനുഷ്യരോടോ നമുക്ക് പരാതി ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, വികാരങ്ങൾ എന്നത് നമ്മുടെ ശത്രുക്കളല്ല, മറിച്ച് അവ നമ്മുടെ കേന്ദ്രത്തിലേക്കുള്ള വഴികളാണ്. ദേഷ്യമോ സ്നേഹമോ ഉണ്ടാകുമ്പോൾ ആ ചൂടുപയോഗിച്ച് ഉള്ളിലേക്ക് നോക്കാം. നമുക്ക് പുറത്തേക്കൊഴുകുന്ന ഊർജത്തെ തിരിച്ചുവിടുമ്പോൾ നമ്മൾ ആന്തരികമായി കേന്ദ്രീകരിക്കപ്പെടും. അവിടെ നമ്മൾ ഒരു പുതിയ ലോകം കണ്ടെത്തും. നമ്മുടെ വികാരങ്ങളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദേഷ്യത്തിൻ്റെ ഉറവിടം നമ്മളാണെന്നും ആ ദേഷ്യത്തിൻ്റെ ചൂടുപയോഗിച്ച് ഉള്ളിലേക്ക് യാത്ര ചെയ്യാമെന്നും നാം മനസ്സിലാക്കി. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ ലോകത്തെ എങ്ങനെയാണ് നാം ഇനി അഭിമുഖീകരിക്കേണ്ടതെന്ന്? നമ്മെ അപമാനിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു സാക്ഷിയായി നേരിടുവാൻ കഴിയുകയെന്ന്? ഇവിടെയാണ് സെൻ ബുദ്ധിസത്തിലെ വിപ്ലവകാരിയായ ഗുരു ലിൻചിയെ നമ്മൾ അറിയേണ്ടത്. സെൻ ഗുരുവായ ലിൻചിയുടെ പ്രശസ്തമായ ശൂന്യമായ തോണി എന്ന കഥയിലൂടെ ലോകത്തെ എങ്ങനെ കാണാമെന്ന് നമ്മളിവിടെ ആഴത്തിൽ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നമ്മുടെയെല്ലാം ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഈ ലോകം ശൂന്യമായ ഒരു തോണിയാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മിൽ ഒരു വലിയ ആത്മീയ പരിവർത്തനം സംഭവിക്കും. ലിൻചി തൻ്റെ ശിഷ്യന്മാരോട് പറയാറുള്ള ഒരു കഥയുണ്ട്. അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ വള്ളംകളിയിൽ അതീവ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഒരിക്കൽ ശാന്തമായ ഒരു രാത്രിയിൽ അദ്ദേഹം തൻ്റെ ചെറിയ തോണിയിൽ തടാകത്തിൻ്റെ നടുവിൽ കണ്ണുകളടച്ച് ധ്യാനിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒഴുകി വന്ന മറ്റൊരു തോണി അദ്ദേഹത്തിൻ്റെ തോണിയിൽ വന്ന് ഇടിക്കുകയുണ്ടായി. ആ നിശബ്ദതയിലുണ്ടായ ആഘാതം ലിൻചിയെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഏതോ ഒരു വിഡ്ഢി തൻ്റെ തോണി കൊണ്ടുവന്ന് എൻ്റെ തോണിയിൽ ഇടിച്ചിരിക്കുന്നുവെന്ന്. അദ്ദേഹത്തിന് കഠിനമായ ദേഷ്യം വന്നു. ആ തോണി ഓടിക്കുന്നവനെ ചീത്ത വിളിക്കാൻ തയ്യാറെടുത്ത് ലിൻചി കണ്ണുകൾ തുറന്നു. എന്നാൽ അദ്ദേഹം കണ്ട കാഴ്ച ആ തോണി ശൂന്യമായിരുന്നു എന്നതാണ്. അത് കാറ്റിലോ ഒഴുക്കിലോ പെട്ട് ഒഴുകി വന്ന ഒരു തോണിയായിരുന്നു. ആ നിമിഷം ലിൻചി ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. ദേഷ്യം അവിടെയുണ്ട്, പക്ഷെ അത് പ്രൊജക്റ്റ് ചെയ്യാൻ അവിടെ ഒരാളില്ല. പിന്നെ ആരുടെ നേർക്കാണ് ദേഷ്യപ്പെടുക? ഒഴിഞ്ഞ തോണിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യവുമില്ല. അപ്പോൾ ആ ദേഷ്യം പുറത്തേക്ക് ഒഴുകാൻ വഴിയില്ലാതെ ലിൻചിയുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു. അദ്ദേഹം കണ്ണുകളടച്ച് ആ ദേഷ്യത്തോടൊപ്പം ഉള്ളിലേക്ക് പോയി. ആ ശൂന്യമായ തോണി ലിൻചിയുടെ ഏറ്റവും വലിയ ഗുരുവായി മാറി അവിടെ. ഗുരു ലിൻചി പിന്നീട് പലപ്പോഴും പറയുമായിരുന്നു, അന്നു മുതൽ ആരെങ്കിലും വന്ന് എന്നെ അപമാനിച്ചാൽ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും, ഈ തോണിയും ശൂന്യമാണെന്ന്. നമ്മെ അപമാനിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും യഥാർത്ഥത്തിൽ ശൂന്യമായ തോണികളാണ്. അവർ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ വികാരങ്ങൾ കൊണ്ടോ ഒഴുകി വരികയാണ്. അവർ നമ്മെ വ്യക്തിപരമായി ആക്രമിക്കുന്നതല്ല. നമ്മൾ ആ വ്യക്തിയെ ഒരു ശൂന്യമായ തോണിയായി കണ്ടാൽ നമുക്ക് അയാളോട് ദേഷ്യം തോന്നില്ല. പകരം അങ്ങനെ ഒരു അപമാനം വരുമ്പോൾ നമ്മൾ കണ്ണുകളടച്ച് ആ തോണി ശൂന്യമാണെന്ന് മനസ്സിലാക്കി നമുക്കുള്ളിലേക്ക് നോക്കാൻ കഴിയും. അപമാനിച്ചവനോട് നന്ദി പറയുക, കാരണം അയാൾ നമ്മെ നമുക്കുള്ളിലെ ആന്തരിക കേന്ദ്രത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഈ ലോകത്തെ ഒരു ശൂന്യമായ തോണിയായി കാണുന്ന നിമിഷം നമ്മളൊരു സാക്ഷിയായി മാറും അവിടെ. മറ്റുള്ളവർ നമ്മിൽ നിന്ന് വികാരങ്ങളെ പുറത്തെടുക്കുന്ന ബക്കറ്റുകളാകാൻ നമ്മൾ അനുവദിക്കില്ല. നമ്മുടെ കിണർ ഇപ്പോൾ നിശബ്ദമാണ്.
ആരെങ്കിലും ബക്കറ്റ് എറിഞ്ഞാലും നമ്മൾ ഉള്ളിലെ ശാന്തിയിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇത് നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ കൂടുതൽ കേന്ദ്രീകൃതനാകുകയും ലോകത്തിൻ്റെ ചലനങ്ങൾ നമ്മൾ ബാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ഈ ലോകം ഒരു ശൂന്യമായ തോണിയാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ദേഷ്യപ്പെടാൻ ഒരാളില്ലെന്ന് കാണുമ്പോൾ ആ ഊർജം ഉള്ളിലേക്ക് മടങ്ങും. ലിഞ്ചിയെപ്പോലെ നമുക്കും പറയാൻ കഴിയണം, ഈ തോണിയും ശൂന്യമാണെന്ന്. വികാരങ്ങളെ പുറത്തേക്ക് എറിയാതിരിക്കുമ്പോൾ നാം നമ്മുടെ ആന്തരിക കേന്ദ്രത്തിൻ്റെ ഉടമകളായി മാറുകയാണ്. പ്രിയമുള്ള ആത്മസാധകരെ, നമ്മുടെ ഇന്നത്തെ ആത്മീയ യാത്രയുടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പടിപടിയായി നമ്മൾ നമ്മുടെ വികാരങ്ങളുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്ത് ലോകം ഒരു ശൂന്യമായ തോണിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ വിദ്യ നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ സ്നേഹത്തിലോ ദേഷ്യത്തിലോ ആയിരിക്കുമ്പോൾ ആ വികാരത്തെ മറ്റൊരാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാതെ നമുക്കുള്ളിലേക്ക് നോക്കാൻ തുടങ്ങുന്ന നിമിഷം നമ്മൾ അജേയനായി മാറുകയാണ്. മറ്റൊരാൾക്ക് നമ്മെ ഇനി വേദനിപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ എറിയുന്ന അപമാനത്തിൻ്റെ ബക്കറ്റ് നമുക്കുള്ളിലെ ശാന്തിയെയാണ് പുറത്തെടുക്കുന്നത്. നമ്മൾ സാധാരണയായി വികാരങ്ങളെ പേടിക്കുന്നവരാണ്. എന്നാൽ ഈ വിദ്യയോടെ സ്നേഹവും വെറുപ്പും ദേഷ്യവുമെല്ലാം നമ്മുടെ ആന്തരിക കേന്ദ്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങളാക്കി മാറ്റുകയാണിവിടെ. ആ കമ്പി ചൂടായിരിക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കടക്കുക. ആ ഊർജം നമ്മെ നമ്മുടെ സത്വത്തിൻ്റെ ഉറവിടത്തിലെത്തിക്കും. അവിടെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ലോകം നമുക്കായി തുറക്കപ്പെടും. ലിഞ്ചി പറഞ്ഞതുപോലെ ഈ തോണിയും ശൂന്യമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ പരാതികൾ അവസാനിപ്പിക്കും. നമ്മൾ നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ സ്ക്രീനുകളെല്ലാം മാഞ്ഞു പോകും. അപ്പോൾ അവിടെ അവശേഷിക്കുന്നത് പ്രകാശമാനമായ നമ്മുടെ ആന്തരിക കേന്ദ്രം മാത്രമായിരിക്കും. ആ കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് കേന്ദ്രീകൃതനാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ദിവ്യബോധം എന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ചർച്ച ചെയ്തത് വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 24ാമത്തെ അതീവ രഹസ്യ വിദ്യയെക്കുറിച്ചാണ്. വികാരങ്ങളെ മറ്റുള്ളവരിലേക്ക് എറിയാതെ ഉറവിടം താനാണെന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളിലേക്ക് മടങ്ങാനുള്ള സൂത്രമാണ് നാം ഇന്ന് പഠിച്ചത്. ഈ മഹായാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച ഓരോ ആത്മമിത്രങ്ങളോടും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. ഈ വിദ്യ നൽകിയ ഭഗവാൻ ശിവനോട്, ഇത് നമുക്കായി ലളിതമായി വ്യാഖ്യാനിച്ച ഗുരു ഓഷയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി, ഈ പ്രഭാഷണ പരമ്പര കേൾക്കാനും ഇതിലൂടെ ആത്മീയമായ ഉണർവ് നേടാനും സമയം കണ്ടെത്തിയ ഓരോ ആത്മസാധകർക്കും എൻ്റെ പ്രണാമം. നിങ്ങളുടെ അന്വേഷണ തൃഷ്ണയാണ് ഈ വിദ്യകൾ പങ്കുവയ്ക്കാൻ എനിക്ക് കരുത്ത് നൽകുന്നത്. അതുപോലെ നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഓരോ പ്രേക്ഷകനും ഞാൻ നന്ദി പറയുകയാണ്. സത്യത്തെ അന്വേഷിക്കാനുള്ള ഈ യാത്രയിൽ നമുക്ക് ഇനിയും ഒന്നിച്ചു മുന്നേറാം. വികാരങ്ങളുടെ പ്രക്ഷുബ്ധമായ കടലിൽ നിന്ന് ശാന്തിയുടെ ആന്തരിക കേന്ദ്രത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ഉണരാം. സ്നേഹപൂർവം നന്ദി, നമസ്കാരം.